എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഇനി ഇംഗ്ലീഷ് എക്സാം ആണല്ലേ വരാൻ പോകുന്നത്. സോ ഇംഗ്ലീഷ് എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് ഹാൻഡ്സ് എഗ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ എന്നുള്ളത്. എടാ കോൺവെർസേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. സോ ഈ ഒരു കോൺവെർസേഷൻ എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് നോക്കാം അല്ലെ. Did you enjoy the story The Grain as Big as Hen's Egg? And in the story, the king showed the old man the grain. The old man looked at it. And what would be the possible conversation between king and the old man? അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ കിങ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കോണിന്റെ ഗ്രെയിൻ എടുത്തിട്ട് നമ്മുടെ ഓൾഡ് മാനിനെ അത് നോക്കാൻ വേണ്ടി ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ഓൾഡ് മാൻ മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. സോ ഇവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ആണ് നമ്മളോട് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു കോൺവെർസേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എപ്പോഴും കോൺവെർസേഷൻ എഴുതുമ്പോൾ നമ്മൾ ആ ഒരു ക്യാരക്ടേഴ്സ് ആയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് അല്ലെ. സോ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ബി ദ ക്യാരക്ടർ. ബി ദ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഒരേ സമയം ഇവിടെ കിങ്ങും ആവണം, ഒരേ സമയം ഇവിടെ ഓൾഡ് മാനും ആവണം. ഒരേ സമയം ഈ രണ്ട് ആൾക്കാരായിട്ട് വേണം നിങ്ങൾ കോൺവെർസേഷൻ പറയാൻ വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഒരേ സമയം ഈ രണ്ട് ക്യാരക്ടേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സ് എന്താണോ ആ സമയത്ത് പറയാൻ ചാൻസ് ഉള്ളത് ഇതായിരിക്കണം നിങ്ങൾ കോൺവെർസേഷനിൽ എഴുതേണ്ടത്. ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ബി സർപ്രൈസ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, സർപ്രൈസ് ആക്ഷൻസ് കാണിക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് ഗിവ് പ്രോപ്പർ റെസ്പോൺസസ്. പ്രോപ്പർ റെസ്പോൺസസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഒരു കോൺവെർസേഷനിൽ ഇപ്പോൾ നമ്മളോട് ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, കിങ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിന് അനുസരിച്ചുള്ള മറുപടി വേണം ആര് നൽകാൻ വേണ്ടിയിട്ട്, ഓൾഡ് മാൻ നൽകാൻ വേണ്ടിയിട്ട്. ഓൾഡ് മാൻ നൽകുന്ന മറുപടിക്ക് അനുസരിച്ച് വേണം അടുത്തത് കിങ് സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർ ആയിട്ട് റെസ്പോൺസസ് നൽകാൻ വേണ്ടി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഡു നോട്ട് ഓവർ എക്സ്പ്ലെയിൻ. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ മക്കൾ ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി. കാരണം നമ്മൾ കോൺവെർസേഷൻ ആണ് എഴുതുന്നത്, സംസാരിക്കുന്നതാണ് അല്ലേ. അപ്പൊ സ്ട്രേറ്റ് ടു ദ പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇനി കോൺവെർസേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് മിനിമം ഒരു 3 എക്സ്ചേഞ്ചസ് എന്ന് വെച്ചാൽ ഒരു 5 എക്സ്ചേഞ്ചസുകളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കോൺവെർസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ 5 എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രാവശ്യം കിങ് പറയുന്നു, ഒരു പ്രാവശ്യം ഓൾഡ് മാൻ പറയുന്നു, ഒരു എക്സ്ചേഞ്ച് ആയി. അടുത്ത പ്രാവശ്യം കിങ് പറയുന്നു, വീണ്ടും ഓൾഡ് മാൻ പറയുന്നു, 2 എക്സ്ചേഞ്ച് ആയി. വീണ്ടും കിങ് പറയുന്നു, ഓൾഡ് മാൻ പറയുന്നു, 3 എക്സ്ചേഞ്ച് ആയി. അപ്പൊ അങ്ങനെ ഒരു 5 എക്സ്ചേഞ്ചസുകളെങ്കിലും നിങ്ങൾ മിനിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ അടിപൊളിയായി ഫുൾ മാർക്ക് കിട്ടും. ഇപ്പോൾ ഒരു 5 എക്സ്ചേഞ്ചസുകൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് പോയാലോ. ദ കിങ്, ഓൾഡ് മാൻ, ഹാവ് യു എവർ സീൻ സച്ച് എ ഗ്രെയിൻ ബിഫോർ? ഓൾഡ് മാൻ, നിങ്ങൾ ഈ ഒരു ഗ്രെയിൻ, ഇതുപോലെയുള്ള ഗ്രെയിൻ ഇതിന്റെ മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദ ഫസ്റ്റ് ഓൾഡ് മാൻ, നോ യുവർ മെജസ്റ്റി, I have never seen one this big and the grains I grew were always small. അല്ലേ, ഇല്ല, ഞാൻ ഇതുപോലെ വലിയൊരു ഗ്രെയിൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ വളർത്തിയിരുന്ന ഗ്രെയിൻ ഒക്കെ എന്തായിരുന്നു, ഇതിനേക്കാളും വളരെ വെരി ഓൾവേസ് സ്മോൾ അല്ലേ, എപ്പോഴും കുഞ്ഞു കുഞ്ഞു ഗ്രെയിൻസ് ആണ് ഞാൻ ഉണ്ടായിരുന്നത്. The king, do you know where such grains might have grown? ഇതുപോലെയുള്ള ഗ്രെയിൻസ് എവിടെയാണ് വളരാന്ന് നിങ്ങൾക്ക് അറിയോ? Old man, I don't know. Maybe my father might know. He is older and wiser than me. അല്ലെ, എനിക്കറിയില്ല, പക്ഷെ എൻ്റെ അച്ഛൻ അറിയാമായിരിക്കും. കാരണം അച്ഛൻ എന്നെക്കാളും പ്രായവും ഉണ്ട്, അതുപോലെ എന്നെക്കാളും വിവേകവും ബുദ്ധിയും ഉണ്ട്. സോ അദ്ദേഹത്തിന് എന്ത് ചെയ്യായിരിക്കും, ആ ഒരു കാര്യം അറിയായിരിക്കും. The king, why can't you tell me anything about it? എന്തുകൊണ്ടാണ് നീ അതിനെപ്പറ്റി എന്നോടൊന്നും പറയാത്തത്? Didn't people talk about such things in your time? സോ നിനക്കതൊന്നും പറഞ്ഞൂടെ? അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കാലത്ത് ആൾക്കാർ ഈ ഒരു ഇത്തരത്തിലുള്ള വലിയ ഗ്രെയിനിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ എന്നോട് പറഞ്ഞൂടെ? വൈ കാണ്ട് യു ടെൽ മീ എനിത്തിങ് അബൌട്ട് ഇറ്റ്? അതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയോ? അച്ഛൻ അറിയെങ്കിൽ ആ ഒരു സമയത്ത്, നീ കുഞ്ഞാവുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടാവും അല്ലെ. സോ ഇത്തരത്തിലുള്ള ഒരു ഗ്രെയിനെ പറ്റി പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ പറ്റി ഒന്ന് പറയോ? ഓൾഡ് മാൻ, no, your majesty, in my time grains were not like this, but I have heard older people say that long ago grains were larger. ഇല്ല കിങ് അല്ലെ, നോ യുവർ മെജസ്റ്റി, മെജസ്റ്റി ഇല്ല, എൻ്റെ കാലത്തൊന്നും ഇത്രയും വലിയ ഗ്രെയിൻസ് ആയിരുന്നില്ല. പക്ഷെ ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് വളരെ മുതിർന്നവരെ ഇത്തരത്തിലുള്ള ഗ്രെയിൻസിനെയൊക്കെ പറ്റിയിട്ട് പറയുന്നത്, സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദ കിങ്, വാസ് ദ ലാൻഡ് ഡിഫറെന്റ് ദെൻ or was it the way you worked it? Okay, so അന്നത്തെ ലാൻഡ് ഒക്കെ അല്ലെങ്കിൽ അന്നത്തെ ഭൂമിയൊക്കെ വ്യത്യാസമായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്ത രീതിയുടെ വ്യത്യാസമാണോ? ഓൾഡ് മാൻ, ഐ ഡോണ്ട് നോ യുവർ മെജസ്റ്റി. എനിക്കറിയില്ല അല്ലെ. ഫസ്റ്റ് ഓൾഡ് മാൻ അതിനെ പറ്റിയൊന്നും അറിയില്ല. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വരുമ്പോഴാണ് അതൊക്കെ പറയുന്നത് അല്ലെ. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വരുമ്പോഴാണ്. പെർഹാപ്സ് മൈ ഫാദർ നോസ്, ഹി റിമെമ്പേഴ്സ് ദ ഓൾഡ് ഡേയ്സ് ബെറ്റർ ദാൻ ഐ ഡു അല്ലെ. ചിലപ്പോൾ എൻ്റെ അച്ഛൻ അറിയായിരിക്കും. എനിക്ക് അറിയുന്നതിനേക്കാളും കൂടുതൽ പഴയ കാര്യങ്ങൾ എൻ്റെ അച്ഛനാണ് അറിയാം. Can your father still speak and think clearly? അപ്പൊ നിങ്ങളുടെ അച്ഛൻ ഇപ്പോഴും സംസാരിക്കാനും ആലോചിച്ചെടുക്കാനൊക്കെ പറ്റുമോ? എന്നുവെച്ചാൽ അത്രയും പ്രായമുള്ള ആളല്ലേ, കുഴപ്പമൊന്നുമില്ലേ എന്നാണ് കിങ് ചോദിക്കുന്നത്. Yes, your majesty,
So he is old, he is wiser than I am and can remember better times അല്ലേ. ഓക്കെ, അദ്ദേഹത്തിന് പ്രായമായിട്ടുണ്ടെങ്കിലും അദ്ദേഹം എന്നെക്കാട്ടും ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹത്തിന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചെടുത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പ്ലീസ് ബ്രിങ് ഹിം ഹിയർ ആസ് സൂൺ ആസ് പോസിബിൾ. അങ്ങനെയാണെങ്കിൽ അച്ഛനെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവരും. ദ ഫസ്റ്റ് ഓൾഡ് വൺ. ഓക്കെ മെജസ്റ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യാം അല്ലേ. സോ എൻ്റെ മക്കള്, ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നാൽ എല്ലാവരും എഴുതുക, അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുക, ആൻഡ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം. ആൻഡ് നമ്മുടെ വീഡിയോയുടെ താഴെ എല്ലാവരും കുറച്ച് യെല്ലോ ഹാർട്ട്സും തരാം, റിപ്ലൈ തരുന്നതാണ് കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാംസ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ, യൂസ്ഫുൾ ആവും ഉറപ്പാണ്. സോ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ബൈ, സി യു.